ഇന്ന് നമുക്ക് 2 വർക്കുള്ള ദിവസമാണ് കേട്ടോ. ഒന്ന് ഇരുന്നലങ്കോടും പിന്നെ ഒന്ന് വാണിയംകുളത്താണ്. അപ്പോൾ ആദ്യം ഞാൻ ഇരുന്നലങ്കോടുള്ള വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുമാണ് കേട്ടോ വർക്കിന് പോകണമെങ്കിൽ. 10 മണിയാകുമ്പോഴേക്കും ഞാൻ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രൈഡിൻ്റെ വീട്. അപ്പോൾ ഞാനവിടെ എത്തിയപ്പോൾ കുറച്ച് അറിവറിയായിരുന്നു. ടൈലിൻ്റെ ക്ലീനിങ് പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ബ്രൈഡ് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വന്നിരുന്നു തന്നു കേട്ടോ. അപ്പോൾ ബ്രൈഡിന് ആനയും ലോട്ടസൊക്കെ വന്നിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡിസൈനായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ ആനയും ലോട്ടസൊക്കെ വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഹെവി ഡിസൈൻ അല്ല കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു മണ്ഡല ഡിസൈനിൽ പെട്ടൊരു ഡിസൈനായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ഡിസൈനായിരുന്നു കേട്ടോ. ഇട്ട് വന്നപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ബ്രൈഡിനും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാലും സിമ്പിളായിട്ടൊരു ട്രഡീഷണൽ ഡിസൈൻ തന്നെയായിരുന്നു. ഇതേപോലെ തന്നെ താമരയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയായിരുന്നു കേട്ടോ കാലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ കാലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് സൈഡ് ഇടാനിരുന്നു. ബാക്ക് സൈഡ് ആണെങ്കിലും ഇതേപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മണ്ഡല ഡിസൈൻ തന്നെയായിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബാക്ക് സൈഡും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 1 മണിയാകുമ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ മറ്റേ ബ്രൈഡ് തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇവിടുന്ന് ഫുഡ് കഴിക്കാട്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നെങ്കിൽ പിന്നെ വർക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഈ കല്യാണ ചെക്കനും ചെക്കൻ്റെ അമ്മയും അച്ഛനും കൂടിയിട്ട് റെൻ്റൽ ജ്വല്ലറി കൊണ്ടുവന്നേരാൻ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് അവരുടെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ചെറുതിരുത്തി വരെ നമ്മൾ അവരുടെ കൂടെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ബസ് കാത്തിക്കേണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെറുതുരുത്തി എത്തി. ചെറുതുരുത്തിയും പിന്നെ വാണിയംകുളത്തേക്ക് ബസ്സിനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വാണിയംകുളത്ത് നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഏകദേശം ഒരു 3 മണിയാകുമ്പോഴേക്കും നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി. ബ്രൈഡാണെങ്കിൽ അതുവരെയും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ബ്രൈഡ് ഫുഡ് കഴിച്ചു. അതുവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ബ്രൈഡിൻ്റെ ഫുഡ് കഴിക്കലും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ലോട്ടസ് വെച്ചിട്ടുള്ള ഡിസൈനായിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും ടൈം സേവ് ചെയ്യാമല്ലോ ചേച്ചി പറഞ്ഞിട്ട്. ഈ ഒരു ബ്രൈഡാണെങ്കിൽ ഞാൻ ഓൾറെഡി ആൾക്ക് എൻഗേജ്മെൻറ്റിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേച്ചി തന്നെ പറഞ്ഞ ചേച്ചിയാണെങ്കിൽ എനിക്ക് ഒരു ടെൻഷനില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ വർക്കിന് പോകുമ്പോൾ നമ്മൾ മുന്നേ ചെയ്ത് കൊടുത്ത ഒരാൾ പിന്നെ വീണ്ടും വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. നമ്മൾ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ വീണ്ടും വിളിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ കാലായിരുന്നു. അതുപോലെ തന്നെ ലോട്ടസ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്ക് സൈഡ് ഇടാനിരുന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് ഒരു കൈ ഇടൽ കഴിയുമ്പോഴേക്കും തന്നെ നല്ല ഇടി മിന്നലും മഴക്കാറും ആകെ ഒരു മൂടി പിടിച്ച അവസ്ഥ കേട്ടോ. അതുകൊണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. 6:30 ആകുമ്പോഴേക്കും തന്നെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയി. കുട്ടിയുടെ അമ്മേനെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തന്നു. ബസ്സൊക്കെ കയറ്റി വിട്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് നല്ല മിന്നൽ ആദ്യമായിട്ടാണ് അറിയാൻ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വീടിൻ്റെ അകത്തിരുന്നാൽ തന്നെ ഇടിമിന്നലൊക്കെ നല്ല പേടിയുള്ള ഒരാളാണ്. ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെ വർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.